മോഷണക്കുറ്റം ആരോപിച്ച് ദലിത് സ്ത്രീയെ കസ്റ്റഡിയിലെടുത്ത സംഭവത്തിൽ പോലീസിന് വീഴ്ച പറ്റിയെന്ന് മുഖ്യമന്ത്രി. ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാനുള്ള ഇന്ത്യൻ പ്രതിനിധി സംഘം ചൈനയും തുർക്കിയും കാനഡയും സന്ദർശിക്കില്ല. നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനേക ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം. മോഷണക്കുറ്റം ആരോപിച്ച് ദലിത് സ്ത്രീയെ കസ്റ്റഡിയിലെടുത്ത സംഭവത്തിൽ പോലീസിന് വീഴ്ച പറ്റിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംഭവിക്കാൻ പാടില്ലാത്തതാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതിൽ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ തന്റെ ഓഫീസിലെത്തി നൽകിയ പരാതിയിൽ കൃത്യമായ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ED ഉദ്യോഗസ്ഥൻ കൈക്കൂലി വാങ്ങിയെന്ന സംഭവം കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ വിശ്വാസ്യതയെ ബാധിച്ചെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പാകിസ്ഥാനുമായുള്ള നല്ല സൗഹൃദം പുലർത്തുന്നതിനാൽ ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാനുള്ള ഇന്ത്യൻ പ്രതിനിധി സംഘം ചൈനയും തുർക്കിയും സന്ദർശിക്കില്ല. ഇന്ത്യ വിരുദ്ധ നിലപാട് ഉയർത്തി ഖലിസ്ഥാൻ വിഘടനവാദത്തെ പിന്തുണയ്ക്കുന്നതിനാൽ കാനഡയെയും സന്ദർശനത്തിൽ നിന്നും ഒഴിവാക്കി. അതേസമയം ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാൻ അടുത്ത വർഷം UN രക്ഷാസമിതിയിൽ ചേരുന്ന രാജ്യങ്ങളിലടക്കം ഇന്ത്യൻ സംഘം സന്ദർശനം നടത്തുന്നുണ്ട്. അമ്മ പുഴയിലേക്ക് തള്ളിയിട്ട് കൊന്ന 3.5 വയസ്സുകാരി കല്യാണിക്ക് കണ്ണീർ ചിതയൊഴുക്കി നാടൊന്നാകെ. തിരുവാണിയൂർ പൊതുശ്മശാനത്തിൽ നടന്ന സംസ്കാര ചടങ്ങുകളിലേക്ക് ജനസഞ്ചയം ഇരമ്പിയെത്തി. തിരുവാങ്കുളത്തെ വീട്ടിൽ കല്യാണിയുടെ ചേതനേറ്റ കുഞ്ഞു ശരീരം എത്തിയപ്പോൾ 100 കണക്കിന് ആളുകളാണ് അവസാനമായി അവളെ കാണാനെത്തിയത്. പൊതുദർശനത്തിനെത്തിയവർ കരച്ചിലടക്കാൻ പാടുപെടുന്ന കാഴ്ചയാണ് അവിടെ കണ്ടത്. കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക വിവേചനത്തിൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ശക്തമായ പ്രതിഷേധം കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനെ അറിയിച്ചു. 3300 കോടി രൂപയുടെ വായ്പാ പരിധി കുറയ്ക്കാനുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ സമീപകാല തീരുമാനം വയനാട് പ്രകൃതി ദുരന്തങ്ങൾക്കടക്കം പണം കണ്ടെത്തേണ്ട പ്രത്യേക സാഹചര്യത്തിൽ ഒട്ടും നീതീകരിക്കാനാകുന്ന നടപടിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവാങ്കുളത്തെ 4 വയസ്സുകാരി കല്യാണിയുടെ കൊലപാതകത്തിൽ അമ്മ സന്ധ്യ കുറ്റം സമ്മതിച്ചെന്ന് ആലുവ റൂറൽ SP M ഹേമലത. പ്രതി അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ട്. എന്നാൽ കൊലപാതക കാരണം വ്യക്തമാക്കിയിട്ടില്ല. പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യാനുണ്ട്. അടുത്ത ബന്ധുക്കളെ ഉൾപ്പെടെ ചോദ്യം ചെയ്യുമെന്നും റൂറൽ SP വ്യക്തമാക്കി. വൻ വിവാഹ തട്ടിപ്പ് നടത്തിയ യുവതി ഭോപ്പാലിൽ പിടിയിലായി. രാജസ്ഥാൻ പോലീസാണ് 23-കാരിയായ അനുരാധ പസ്വാനെ ഭോപ്പാലിൽ നിന്ന് പിടികൂടിയത്. 7 മാസത്തിനിടെ വിവിധ സംസ്ഥാനങ്ങളിലായി 25 പേരെയാണ് യുവതി വിവാഹം ചെയ്ത് കബളിപ്പിച്ചത്. ആവർത്തിച്ചുള്ള തട്ടിപ്പുകൾ കാരണം കൊള്ള നടത്തി രക്ഷപ്പെടുന്ന വധു എന്നാണ് ഇവർ അറിയപ്പെട്ടിരുന്നത്. തമിഴ്നാട്ടിലെ കരിങ്കൽക്കോരയിൽ പാറ ഇടിഞ്ഞു വീണുണ്ടായ അപകടത്തിൽ 5 പേർ മരിക്കുകയും 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി പോലീസ് പറഞ്ഞു. അപകടത്തിൽപ്പെട്ടവർ സിംഗം പുനരിക്കടുത്തുള്ള മല്ലേക്കോട്ടയിലെ ക്വാറി സ്ഥലത്തെ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. ഇവരിൽ ഭൂരിഭാഗവും തൊഴിലാളികളും സാധാരണക്കാരുമാണ്. ജുഡീഷ്യൽ സർവീസിൽ പ്രവേശിക്കാൻ കുറഞ്ഞത് 3 വർഷത്തെയെങ്കിലും പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണമെന്ന് സുപ്രീം കോടതി. ചീഫ് ജസ്റ്റിസ് BR ഗവായ്, ജസ്റ്റിസുമാരായ AG മാസിഹ്, K വിനോദ് ചന്ദ്രൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് വിധി പ്രസ്താവിച്ചത്. സിവിൽ ജഡ്ജിമാരുടെ പരീക്ഷ എഴുതാൻ 3 വർഷത്തെ പ്രാക്ടീസ് ആവശ്യമുണ്ടെന്ന് കോടതി ഉത്തരവിൽ പറഞ്ഞു. സംസ്ഥാനത്ത് പരക്കെ ശക്തമായ മഴയ്ക്ക് സാധ്യത. വടക്കൻ കേരളത്തിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. ISI ഭീകര ശൃംഖലയ്ക്ക് കനത്ത തിരിച്ചടി നൽകി ഇന്ത്യ. കഴിഞ്ഞ ദിവസം അമൃത്സറിന് സമീപം നടന്ന ഗ്രനേഡ് ആക്രമണത്തിൽ ഉൾപ്പെട്ടതും പാക് ISI പിന്തുണയുള്ളതുമായ തീവ്രവാദ ശൃംഖലയെ പഞ്ചാബ് പോലീസ് തകർത്തു. നിരോധിത സംഘടനയായ ബാബർ ഖൽസ ഇന്റർനാഷണൽ കൈകാര്യം ചെയ്യുന്നത് പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മനീന്ദർ ബില്ല, മനു അഗ്വാൻ എന്നിവരാണെന്നും പോലീസ് പറഞ്ഞു.
ജനയുഗ ഓൺലൈൻ മോജനൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ്, യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക.